അപ്പോൾ ഇതാണ് KTMന്റെ ഏറ്റവും പുതിയ KTM ഡ്യൂക്ക് 160 MD15നെ അടിക്കാനും വേണ്ടി മാത്രം KTM ഇറക്കിയിരിക്കുന്ന ഒരു അടിപൊളി 160cc സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിളാണിത്. എന്തുകൊണ്ടൊരു 160 എന്നുള്ള ചോദ്യത്തിന് തന്നെ ആദ്യം ഞാൻ ഉത്തരം പറഞ്ഞേക്കാം. 160cc സെഗ്മെന്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പേര് വാങ്ങിക്കുന്ന ഒരു സെഗ്മെന്റാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു കോളേജിൽ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പറയുകയാണ് എനിക്ക് കോളേജിൽ പോകാൻ ഒരു ബൈക്ക് വേണമെന്നുള്ളത്. ആദ്യമേ പോയി 390 എടുത്ത് തരാൻ പറഞ്ഞാൽ അവർ കണ്ടം വഴി ഓടിക്കാനുള്ള പറയും, അല്ലെങ്കിൽ മടലെടുത്ത് പുറത്തിനടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് 250 വന്നു സമ്മതിക്കുന്നില്ല, 200 വന്നു സമ്മതിക്കുന്നില്ല. 160 എന്ന് പറയുമ്പോൾ അവർക്ക് തോന്നുക ഓട്ട് ഒരു 150cc അല്ലയോ, അതുകൊണ്ട് പിന്നെ എന്നെ കാണിക്കാനായി എടുത്ത് കൊടുത്തേക്കാം. ഈ ഒരു മൈൻഡ് സെറ്റ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയധികം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്പോർട്ടി ലുക്കിംഗ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് ബ്രാൻഡ്സ് ഇറക്കുന്നത്. MD15 എടുത്തോ, ഇപ്പോൾ ഈ ഇറങ്ങിയിരിക്കുന്ന ഡ്യൂക്ക് 160 എടുത്തോ, NS 160, N160, അപ്പാഷെ 160, അതുപോലെ തന്നെ എക്സ്ട്രീം 160, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡ്സും അവരുടെ 160cc ഈ ഒരു സെഗ്മെന്റിൽ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് സെല്ലൗട്ട് ചെയ്യുന്ന മോട്ടോർ സൈക്കിൾസ് ആണ് 160cc മോട്ടോർ സൈക്കിൾ എന്നുള്ളതാണ്. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് 2 ലക്ഷം രൂപ എന്നുള്ള ഒരു ഫിക്സഡ് ടാർഗറ്റിലാണ് ആളുകൾ ഈ ഒരു വാഹനങ്ങളൊക്കെ അതിനെ വാങ്ങിക്കാൻ വരുന്നത്. അതായത് ഒരു മിഡിൽ ക്ലാസ് ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യുക, ആ ഒരു എൻട്രി ലെവൽ ബൈക്കേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം വാഹനങ്ങളുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അവരുടെ മെയിൻ കൺസേൺസ് എന്ന് പറയുന്നത് പ്രൈസ് ഈ പറയുന്ന പോലെ 2 ലക്ഷം രൂപയ്ക്കുള്ളിലായിരിക്കണം, നല്ല മൈലേജ് കിട്ടണം, എന്നാൽ അതിനനുസരിച്ച് പെർഫോമൻസും വേണം, അത്യാവശ്യം ഫാമിലി യൂസിന് പറ്റണം, പിന്നെ കോളേജിലൊക്കെ നമുക്കൊന്ന് ചെത്തി നടക്കാൻ പറ്റണം, കണ്ടാൽ 4 പേര് നോക്കണം, നല്ലത് പറയണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു സാധാരണക്കാരൻ അവരുടെ 160cc ബൈക്കിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഉദ്ദേശങ്ങളൊക്കെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് KTM ഇപ്പോൾ അവരുടെ 160 നമ്മുടെ ഈ ഒരു കളത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് MD15 ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. MD15 ആണ് കറൻ്റ്ലി ഈ ഒരു സെഗ്മെൻറ്റിലെ തന്നെ ഒരു ലീഡർ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. അത് പെർഫോമൻസിലായിക്കോട്ടെ, വാഹനത്തിൻ്റെ റൈഡ് ഫീലിലായിക്കോട്ടെ, എഫിഷ്യൻസിയിലായിക്കോട്ടെ, അതിൻ്റെ കമ്പോണൻട്രീസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് MD15 ആണ് ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഒരു ഏസ് പ്രൊഡക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് KTM ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരുന്നത്. പ്രത്യേകിച്ച് അതിന് KTM അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. അവൾക്ക് ഓൾറെഡി ഡ്യൂക്ക് 200 ഉണ്ട്. അതിലെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് 160 എന്നുള്ളൊരു സാധനമാക്കി മാറ്റിയിരിക്കുകയാണ് KTM വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊരു ഉടായ്പ് കളിയായിട്ട് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഒരു 160ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും KTM ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു 165cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് SOSC എഞ്ചിൻ വരുന്ന ഒരു വാഹനമാണ്. KTM ലൈനപ്പിൽ തന്നെ ഒരു രണ്ടാമത്തെ SOSC എഞ്ചിൻ നമുക്ക് വിളിക്കാൻ സാധിക്കും. കാരണം KTM ഡ്യൂക്ക് 250ലാണ് നമുക്കിപ്പോൾ SOSC കാണാൻ സാധിക്കുന്നത്. ബാക്കി അവരുടെ 390 ആയിക്കോട്ടെ, 200 ആയിക്കോട്ടെ, എല്ലാം DOSC സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ചോദ്യം വന്നേക്കാം, എന്തുകൊണ്ട് SOSC എന്നുള്ളത്? ഇങ്ങനെ ഒരു ചെറിയ കപ്പാസിറ്റി മോട്ടോർ സൈക്കിളിന് DOSCയുടെ ഒരു ആവശ്യം കാണേണ്ട കാര്യമില്ല. കാരണം DOSC കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. വെറുതെ വണ്ടിയുടെ വെയിറ്റ് കൂട്ടാം, അതിൻ്റെ പ്രൈസ് കൂട്ടാം, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂട്ടാം എന്നുള്ളത് മാത്രമല്ല. എന്നാൽ SOSC കൊണ്ടുവന്നതോട് തന്നെ എഞ്ചിനിൽ മാത്രം ഏകദേശം 1 കിലോയോളം സേവ് ചെയ്യാനായിട്ട് ബജാജിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഓവറോൾ 12 കിലോഗ്രാമാണ് ഈ ഒരു വാഹനത്തിൽ ബജാജ് സേവ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് അവർക്ക് ആ എഞ്ചിന് വന്ന സേവിങ്ങും കൂടെ തന്നെ ഇതിൻ്റെ ഷാസി അവർ റീവർക്ക് ചെയ്തിട്ടുണ്ട്, സസ്പെൻഷൻ അവർ റീവർക്ക് ചെയ്തിട്ടുണ്ട്, ബാക്കി ബോഡിയിൽ വന്നിരിക്കുന്ന കമ്പോണൻസ് ഒക്കെ തന്നെ അവർ റീവർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ബാക്ക് ഗ്രാബ് റെയിൽ ആയിക്കോട്ടെ, ഈ സീറ്റ് ആയിക്കോട്ടെ, ടെയിൽ ടൈഡ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ കുറെ കൂടെ റീവർക്ക് ചെയ്ത് ലൈറ്റർ ആക്കിയാണ് ഇറക്കിയിരിക്കുന്നത്. എസ്പെഷ്യലി ഇതിൽ വന്നിരിക്കുന്ന വീലുകൾ നമ്മുടെ KTM RC 200 അവർ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ ടൈപ്പ് വീലാണ് ഇതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 2 kg അതിൻ്റെ പ്രീവിയസ് ജനറേഷനേക്കാളും ലൈറ്റർ ആയിട്ടുള്ള വീലാണ്. സോ അങ്ങനെ ഓവറോൾ 12 കിലോയാണ് ഈ ഒരു വണ്ടിയിൽ അവർ സേവ് ചെയ്തിരിക്കുന്നത് കമ്പയറിംഗ് ടു ഇറ്റ്സ് എൽഡർ ബ്രദർ KTM ഡ്യൂക്ക് 200. കാരണം 160cc സെഗ്മെന്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വെയിറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എസ്പെഷ്യലി MD15 ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് വെയിറ്റ് മോട്ടോർ സൈക്കിൾ ഇറക്കിയേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ അത്രയും വെയിറ്റ് സേവിങ് ഇത് നടത്തിയിട്ട് MDയോടെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീടുള്ള ഒന്നാണ് ഇതിൻ്റെ എഞ്ചിൻ പെർഫോമൻസ് എന്ന് പറയുന്നത്. 19 PS പവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെന്റിലെ മോസ്റ്റ് പവർഫുൾ എഞ്ചിനായി മാറിയിരിക്കുകയാണ് ഈ ഒരു എഞ്ചിൻ. 9700 RPMലാണ് ആ ഒരു പവർ അത് ഡെലിവർ ചെയ്യുന്നതും. അതുപോലെ തന്നെ 15.5 Nm എന്നുള്ളതാണ് ടോർക്ക്. ഈ ഒരു സെഗ്മെന്റിൽ തന്നെ മോസ്റ്റ് ടോർക്കി ആയിട്ടുള്ള എഞ്ചിനായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. 7500 RPMലാണ് ഈ ഒരു ടോർക്കും വാഹനം ഡെലിവർ ചെയ്യുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് ഇത് മീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MDയോട് ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നുണ്ട്. മറ്റ് ചില 160കൾക്കൊക്കെ തന്നെ നമുക്ക് 5 സ്പീഡ് വരെ കാണാൻ സാധിക്കുള്ളൂ. അതിലൊക്കെ തന്നെ മുകളിലാണ് വണ്ടി നിൽക്കുന്നത്. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ്സ് നമുക്ക് ചെയ്യാം. പ്രോപ്പർ KTM ഓടിക്കുന്ന പോലെ തന്നെ 160 KTMനെയും ഓടിച്ചു നടക്കാനായിട്ട് സാധിക്കും.
സാധിക്കുന്നതാണ്. ഡ്യൂക്ക് 200 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 10% ഫ്യൂൽ എഫിഷ്യൻസി കൂടിയിട്ടുണ്ടെന്നാണ് KTM അവകാശപ്പെടുന്നത്. 40 km/ലിറ്ററാണ് KTM ക്ലെയിം ചെയ്യുന്ന ഒരു ഫ്യൂൽ എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. നമുക്കിത് മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ആ ഒരു മൈലേജ് ഉറപ്പായിട്ടും കിട്ടുമെന്ന് എനിക്കിപ്പോൾ ഈ ഒരു വണ്ടി ഓടിച്ച് നോക്കിയ സമയത്ത് മനസ്സിലാക്കാനും സാധിച്ചു. അത്യാവശ്യം നല്ല ട്രാക്റ്റബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 0 to 60 4.5 സെക്കൻഡിൽ അച്ചീവ് ചെയ്യും. അതുപോലെ തന്നെ 30 to 70 km/h ആക്സലറേഷൻ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് KTM അവകാശപ്പെടുന്നത്. എന്തുകൊണ്ട് ആ 30 to 70 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു റീജിയനാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സ്പീഡ് റീജിയൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സിറ്റിയിലായിക്കോട്ടെ, സിറ്റി നമ്മൾ പെയ്യ 30 കഴിഞ്ഞ് പോയിട്ട് അത്യാവശ്യം ഒന്ന് കൈ കൊടുത്ത് പെട്ടെന്ന് നമ്മളൊരു 70 വരെ കയറ്റും, പിന്നെ 70 ക്രൂസ് ചെയ്തു, പിന്നെയും താന്ന് വരും, 50-40 വരും, പിന്നെയും കൈ കൊടുത്താൽ 70 പെട്ടെന്ന് എത്തണം. ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് നല്ല എൻജോയ് ചെയ്ത് ഓടിക്കാൻ സാധിക്കും എന്നാണ് KTM പറയുന്നത്. ആ ഒരു ടിപ്പിക്കൽ KTM എക്സ്പ്ലോസീവ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ഫീലാണ് മെയിൻ എന്ന് പറയുന്നത്. MDയുടെ ഫീലല്ല ഒരിക്കലും KTM ഇടുന്നത്. KTMൻ്റെ അതിൻ്റേതായിട്ടുള്ള ഒരു അഗ്രഷനും ആ ഒരു റോനെസ്സും ഒക്കെ ഉണ്ട്. അത് തീർച്ചയായിട്ടും 160 സെഗ്മെൻറ്റിൽ ഈ ഒരു വണ്ടിക്ക് ഡെലിവർ ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. പിന്നീട് വൈബ്രേഷൻസിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നിങ്ങൾക്ക് ഹാൻഡിൽ ബാറിൽ ഏത് RPM റേഞ്ചിലും വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു സാധനമേ കിട്ടില്ല. ആകെപ്പാടൊരു തരിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത് റെഡ് ലൈൻ എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ടാങ്കിൻ്റെ സൈഡിലും അതുപോലെ നമ്മുടെ ഫുഡ് പെക്കിൻ്റെ ഏരിയയിലുമാണ് വൈബ്രേഷനായിട്ട് എടുത്ത് പറയാനും വേണ്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. എന്നാലും അതിനെ നമുക്ക് വൈബ്രേഷനായിട്ട് കൂട്ടാൻ സാധിക്കില്ല. കാരണം ഒരു കുഞ്ഞ് എഞ്ചിനാണ്. അത്യാവശ്യം നല്ല ഒരു റിഫൈൻമെൻറ്റും KTM ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹീറ്റിംഗ് നിങ്ങൾ ഇതിൽ നോക്കുക വേണ്ട. 49% ലാർജർ കൂളിംഗ് സിസ്റ്റമാണ് ഇതിൽ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റേഡിയേറ്ററാണ് ഇത് വെച്ചിരിക്കുന്നത് കമ്പയറിംഗ് ടു ഇറ്റ്സ് കോമ്പറ്റീറ്റർ. അതായത് MD-15 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിനേക്കാളും 49, അതായത് ഓൾമോസ്റ്റ് ഡബിൾ സൈസുള്ള ഒരു റേഡിയേറ്ററാണ് ഈ ഒരു വണ്ടിയിൽ KTM വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹീറ്റിംഗ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക വേണ്ട. ഈ ഒരു ഫാൻ ഓൺ ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഒരു 10 സെക്കൻഡിനുള്ളിൽ ആ ഫാൻ ഓഫ് ആവുകയും ചെയ്യും. അത്ര എഫിഷ്യൻ്റായിട്ട് അത്ര ഫാസ്റ്റിൽ ഈ ഒരു എഞ്ചിനെ തണുപ്പിക്കാനായിട്ട് ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ എഞ്ചിൻ എപ്പോഴും പ്രോപ്പർ ഒപ്റ്റിമൽ വർക്കിംഗ് ടെമ്പറേച്ചറിൽ തന്നെ വർക്ക് ചെയ്യുള്ളൂ. നോ മാറ്റർ ഹൗ യു ഗൈസ് റൈഡ്, എങ്ങനെയൊക്കെ ഓടിച്ചെന്ന് പറഞ്ഞാലും അതിനെ അണ്ടർ കൺട്രോളിൽ നിർത്താനായിട്ട് ഈ ഒരു റേഡിയേറ്റർ സിസ്റ്റം കൊണ്ട് സാധിക്കും. അപ്പം അതും എടുത്തു പറയേണ്ടതാണ്. ഓൾറെഡി MD ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തു കമ്പോണൻട്രീസിൽ. അതിൻ്റെയും ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പോയിരിക്കുകയാണ് KTM. അതേ സംഭവമാണ് ബ്രേക്കിങ്ങിലും വരുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്രേക്കാണ്. നമുക്ക് ഫ്രണ്ടിൽ 320 mm ഡിസ്ക് ബ്രേക്കാണ് കിട്ടുന്നത്. ഒരു 39 കിട്ടുന്ന അതേ ഡിസ്ക് സൈസ് തന്നെയാണ് ഈ ഒരു 160 KTM കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കാലിപ്പറിൻ്റെ കാര്യം. ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് 4 പിസ്റ്റൺ റേഡിയലി മൗണ്ടഡ് കാലിപ്പറാണ്. ഇതിൻ്റെ ഇനിഷ്യൽ ബൈറ്റ്, സ്റ്റോപ്പിംഗ് പവർ ഓഫ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ്. നന്നായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിനെ സ്റ്റോപ്പ് അടിക്കാൻ പറ്റും. അത്രയ്ക്ക് കിടിലം ബ്രേക്കിംഗ് സിസ്റ്റമാണ്. കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റീൽ ബ്രേഡഡ് ആയിട്ടുള്ള ബ്രേക്ക് ലൈൻസുമാണ് കൊടുത്തിരിക്കുന്നത്. സോ എങ്ങും നമുക്ക് ഒരു ചോർച്ച ഇല്ലാണ്ട് ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് റൈഡർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന പാഡ്സ് എന്ന് പറയുന്നത് സിൻഡേഡ് പാഡ്സ് അല്ല, എന്നാൽ നോർമൽ ഒരു ഓർഗാനിക് പാഡും അല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പാഡ് അവർ ന്യൂലി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പാഡെന്നാണ് KTM അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിൻഡേഡ് വാങ്ങിക്കുന്നതിൻ്റെ പൈസയാവില്ല, എന്നാൽ ഓർഗാനിക്കിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസും കിട്ടും. അതെന്തായാലും നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴും മനസ്സിലാവും അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ് ഉണ്ട്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഈ വണ്ടിയെ എവിടെയും പിടിച്ചു നിർത്താമെന്നുള്ള ഒരു ഫീൽ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. അതിൽ സൂപ്പർ മോട്ടോ മോഡും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് റിയർ വീലിലെ ABS ഡിസെൻഗേജ് ചെയ്തുകൊണ്ട് വണ്ടിയെ നൈസായിട്ട് ഇങ്ങനെ സ്ലൈഡ് അടിക്കാനും ഒക്കെ തന്നെ നല്ല രസമാണ്. MD-15 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മച്ച് മോർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് ഈ ഒരു ഡ്യൂക്ക് 160 എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് ചോദിക്കുന്നത് അതിനേക്കാളും ലോങ്ങർ ട്രാവൽ സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിന് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 37 mm USD ഫോർക്കും ബാക്കിൽ 10 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോ ഷോക്ക് അബ്സർവറാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ടൂണിംഗ് എന്ന് പറയുന്നത് നല്ല കംഫർട്ടും എന്നാൽ അതിനനുസരിച്ച് ഹാൻഡ്ലിംഗ് നമുക്ക് തരിക എന്നുള്ളൊരു രീതിക്കാണ്. പില്ലിൻ്റെ കംഫർട്ടും MD-യെക്കാളും ഏറ്റവും ബെറ്റർ ഈ ഒരു 160 ഡ്യൂക്കിൽ തന്നെയാണ്. കാരണം ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് വരുന്നുണ്ട്, വൈഡർ സീറ്റ് വരുന്നുണ്ട്, ബാക്കി ഇരിക്കുന്ന ആൾക്ക് പ്രോപ്പറായിട്ട് പിടിച്ചിരിക്കാനായിട്ട് 2 ഗ്രാബ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് റൈഡർക്കും പില്ലിനും അത്യാവശ്യം ദൂരം ടൂർ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിലോ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചോയ്സ് നിങ്ങൾക്ക് ഡ്യൂക്ക് 160 തന്നെ ആയിരിക്കും. ബാക്കിൽ നമുക്ക് 140 സെക്ഷൻ്റെ റേഡിയൽ ടയറാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 110 സെക്ഷനും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൈഡ് ടയർ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ സാധിക്കും. തന്നെ ചെറുതായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഓടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റോഡ് ഗ്രിപ്പും ഓഫ് റോഡ് ഗ്രിപ്പും ഈ ഒരു ടയറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബ്രേക്കിംഗ് ഡ്രൈവിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ കോൺഫിഡൻസ് ലോസ് ആയിട്ട് എനിക്ക് അധികം ഫീൽ ചെയ്യില്ല. ടൈറ്റ് കോർണേഴ്സ് എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു ഡീസൻറ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള ടയർ തന്നെയാണ് സ്റ്റോക്ക് ആയിട്ട് KTM ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ഓഫ് റോഡ് അല്ലെ ബാഡ് റോഡ് കണ്ടീഷനോട് ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അടി തട്ടും എന്നുള്ളൊരു പേടിയും വേണ്ട. ആവശ്യത്തിന് അനുസരിച്ചുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഡ്യൂക്ക് 200 സിമിലർ ആയിട്ടുള്ളൊരു സീറ്റ് ഹൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ഹൈറ്റുള്ള, അതായത് 180 സെൻറ്റിമീറ്ററുള്ള ഹൈറ്റുള്ള ആൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് ഇതിൽ നമുക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് എർഗണോമിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. എന്നാൽ ആ ഒരു പോർട്ടിനെസ്സും എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അഡ്വഞ്ചർ 250 നമ്മൾ കണ്ടിട്ടുള്ള പോലെയുള്ള ഒരു മീറ്റർ കൺസോളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ആക്സസിബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലൂടൂത്ത് അഡാപ്റ്റർ കൈൻഡ് ഓഫ് സാധനം വിൽക്കുന്നുണ്ട്. എക്സ്ട്രാ 5000 രൂപ 6000 രൂപ കൂടെ പേ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വാങ്ങിച്ച് മൗണ്ട് ചെയ്താൽ ഫോണുമായിട്ട് പെയർ ചെയ്തിട്ട് 10x10 നാവിഗേഷൻ, മ്യൂസിക് കൺട്രോൾ, അല്ലെങ്കിൽ കോൾ ആൻഡ് മെസ്സേജ് അലേർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് അങ്ങനെ എക്സ്ട്രാ ആയിട്ട് കൊടുത്ത
കൊടുത്തത് നന്നായി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് വേണ്ടവരും വേണ്ടാത്തവരും ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരും ഉണ്ട്. ഉപയോഗിക്കാത്തവർക്ക് വെറുതെ വാഹനത്തിൻ്റെ പ്രൈസ് കൂടിയിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. എന്നാൽ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എക്സ്ട്രാ പേ ചെയ്ത് പിന്നീട് അത് വാങ്ങിച്ചു വെക്കാം. ഒരു കോംപ്ലിക്കേഷനും അതിലില്ല. KTM ഷോറൂംസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് ജെന്യൂൻ ആക്സസറി ആയിട്ട് വാങ്ങിച്ച് വണ്ടിയിൽ അവർ തന്നെ ഫിറ്റ് ചെയ്ത് ഒരു സീനും ഇല്ലാണ്ട് ചെയ്ത് തരുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ലെഫ്റ്റ് സൈഡിലെ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ തന്നെ മാറിയിട്ടുണ്ട്. നമ്മുടെ ആ പുതിയ ജനറേഷൻ ഓഫ് ഡ്യൂക്സിൽ വരുന്ന പോലെയുള്ള സ്വിച്ച് ഗിയേഴ്സ് ആണ് വരുന്നത്. നമുക്കൊരു 4 ബട്ടൺ ജോയ്സ്റ്റിക് ഇതിൽ വരുന്നുണ്ട്. അതിലൂടെയാണ് നമ്മൾ ഈ ഒരു മീറ്റർ കൺസോളിൽ നാവിഗേറ്റ് ചെയ്യുന്നതും ഒക്കെ തന്നെ. നല്ല വെൽ വിസിബിലിറ്റിയും റീഡബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. 200 വന്ന ഒരു TFT ഡിസ്പ്ലേ നമ്മൾ ഇതിൽ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും തന്നിരിക്കുന്ന മീറ്റർ കൺസോൾ ഈ ഒരു പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം ഫംഗ്ഷനിങ് ആണ്. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാനിതിനെ അങ്ങനെ കംപ്ലയിൻറ്റ് പറയുന്നില്ല. പിന്നെ ടാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11.5 ലിറ്ററിൻ്റെ ടാങ്കാണ്, മെറ്റൽ ടാങ്കാണ്. സോ നിങ്ങൾക്ക് മാഗ്നറ്റിക് ടാങ്ക് ബാഗ്സ് വേണമെന്നുണ്ടെങ്കിൽ മൗണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം നല്ല ഒരു ഫ്യൂൽ റേഞ്ചും ഈ ഒരു കപ്പാസിറ്റി കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെ ഗ്രിപ്പിങ്ങും അടിപൊളിയാണ്. നമുക്ക് കോർണേഴ്സ് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ടാങ്കിൽ ഹഗ് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിലും ഈ ഒരു എർഗണോമിക്കലായിട്ട് നല്ല ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓൾറെഡി ഡ്യൂക്ക് 200 നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി നിങ്ങളോട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 1,85,000 രൂപയാണ് KTM ഈ ഒരു വാഹനത്തിന് പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഇത് MT15 ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 1000 രൂപയുടെ വ്യത്യാസം മാത്രമേ ഈ മോഡൽ തമ്മിൽ വരുന്നുള്ളൂ. ഒരു പ്രോപ്പർ സ്മോൾ കപ്പാസിറ്റി KTM ഓൺ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാൻ പറ്റിയൊരു മോഡലാണ് ഡ്യൂക്ക് 160. ഒരിക്കലും ഈ ഒരു ഡ്യൂക്ക് 160 തരുന്ന ആ ഒരു റൈഡ് ഫീൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലഷർ എന്ന് പറയുന്നത് MT15 തരാൻ സാധിക്കില്ല. എന്നാൽ MT15 തരുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് കുറച്ചും കൂടെ ഒരു ഫീഡ്ബാക്ക് അല്ലെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ MT കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതിൽ VVA ടെക്നോളജി വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് പവർ വേണ്ട സമയത്ത് അതിൽ മാക്സിമം പവർ എക്സ്ട്രാക്ട് ചെയ്യാം. എന്നാൽ വേണ്ടാത്ത സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടും ആ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യും. അത് ഓൾറെഡി പ്രൂവണുമാണ്. ഈസിലി നിങ്ങൾക്ക് 60 km/ലിറ്റർ മൈലേജ് ഒക്കെ തന്നെ പലർക്കും കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പോട്ടെ ഏറ്റവും ആവറേജ് നിങ്ങൾക്ക് ഒരു 50 കിലോമീറ്ററിലും അതിനകത്തുനിന്ന് മൈലേജ് തരുന്നുണ്ട്. ഏറ്റവും ലീസ്റ്റ് മൈലേജ് ആയിരിക്കും നിങ്ങൾക്ക് 40 എന്നൊക്കെയുള്ള ഒരു ഫിഗറിലേക്ക് പോകുന്നത്. എന്നാൽ ഇതൊരു KTM ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു അഗ്രഷൻ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഫ്യൂൽ എഫിഷ്യൻസിയിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഡ്യൂക്ക് ഒരുപടി പുറയിലാണ് MT വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. എന്നാൽ കമ്പോണൻട്രി വൈസ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് MT-യെക്കാളും എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടത് ഡ്യൂക്ക് തന്നെയാണ്. എസ്പെഷ്യലി ബ്രേക്സ്, അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന ബാക്കി ഷാസി ആയിക്കോട്ടെ. ആ ഒരു 200 കാണുന്ന അതേ ട്രെല്ലിസ് ഫ്രെയിം തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഒരു 160ക്ക് വേണ്ടിയതായിട്ടുള്ള രീതിയിൽ അതിനെ ലൈറ്റർ ആക്കി എന്നുള്ളത് മാത്രമേ KTM ഇവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് ഉള്ള ഒരു സ്പോർട്ടി ഷാസിയും അതുപോലെ തന്നെ അലുമിനിയം സ്വിങ് ആം, ഈ കാണുന്ന പോലെയുള്ള ബോൾട്ടോൺ സബ് ഫ്രെയിം പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ MT-യിൽ കിട്ടില്ല. അത് KTM-ൽ മാത്രമേ കിട്ടുള്ളൂ. ഇതിൻ്റെ എക്സോസിനോടൊന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയാം എങ്ങനെയുണ്ട് MT-യുമായിട്ട് കമ്പയർ ചെയ്യുമെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒരു പെർഫോമൻസ് 160cc നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും യമഹ മാത്രമേ ഉള്ളല്ലോ എന്നാൽ അത് എടുത്തേക്കാം എന്നുള്ളൊരു ചിന്തയുടെ ആവശ്യമില്ല. MT15നെ പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കോമ്പറ്റീറ്ററായിട്ട് ഇപ്പോൾ ഡ്യൂക്ക് 160 വന്നിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ 2 വണ്ടി ഓടിച്ച് നോക്കണം. 2 വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ആ ഫീൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി പല കാര്യങ്ങളിലും ഞാൻ ഈ 2 വണ്ടികൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഓൾമോസ്റ്റ് 2 വണ്ടിയും ഈക്വലി ഇഷ്ടം തന്നെയാണ്. യമഹയുടെ ഫീലുണ്ട്, KTM-ൻ്റെ ഫീലുണ്ട്. അതിലൊന്ന് കയറി നിൽക്കുന്നു, ഒന്ന് ഇറങ്ങി നിൽക്കുന്നു ഞാൻ ഒരിക്കലും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. രണ്ടും നിങ്ങൾക്ക് 2 ഡിഫറൻറ്റ് ഫീൽ തരുന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഡെഫിനറ്റ്ലി ഡ്യൂക്കാണ് വിന്നർ. കാരണം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്, എന്നാൽ നിങ്ങൾക്ക് വേണ്ട ഹാൻഡ്ലിങ് തരുന്നുണ്ട്. അതേസമയം MT-യിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ല ഹാർഡാണ്, ട്രാവൽ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മോശപ്പെട്ട റോഡുകളിൽ കൂടെ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സർഫസിൽ കൂടെ ഒക്കെ ഓടിക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് നിങ്ങൾക്ക് അറിയാനും സാധിക്കും. കുറച്ച് ദൂരം നിങ്ങൾ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മടുക്കുകയും ചെയ്യും. ആ ഒരു കാര്യം എന്തായാലും ഡ്യൂക്കിൽ നിങ്ങൾക്ക് വരില്ല. നിങ്ങളും പില്ലിയണും അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു മോട്ടോർ സൈക്കിളിലേക്ക് വരുമ്പോഴത്തേക്ക്. കമ്പോണൻട്രി അല്ലെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്ന എക്യുപ്മെൻറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് MT-യെക്കാളും കുറച്ചുകൂടെ താല്പര്യം ഡ്യൂക്കിനെയാണ്. ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡ്യൂക്ക് 160 തന്നെയാണ് വിന്നറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം MT-യെക്കാളും ബെറ്റർ ബ്രേക്കിംഗ് ഫീഡ്ബാക്കും സ്റ്റോപ്പിംഗ് പവറും ആ ഒരു കോൺഫിഡൻസും ഒക്കെ തന്നെ എനിക്ക് ഈ ഒരു വാഹനത്തിലാണ് ഫീൽ ചെയ്യുന്നത്. പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 2 വാഹനങ്ങളും നല്ല അഗ്രസീവായിട്ട് തന്നെയാണ് 2 കമ്പനീസും പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ നമുക്ക് MT ഓവർ പ്രൈസ്ഡ് ആയിരുന്നു, കാരണം ആ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ കോമ്പറ്റീഷൻ വന്നുകൊണ്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ കിട്ടിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഈ 2 വണ്ടി ഓടിച്ച് നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓൾറെഡി MT15 ഓൺ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്താണ് പുതിയ ഡ്യൂക്ക് 160യെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങളിതിനെ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ MT15നെ ഈ ഒരു വാഹനം ബീറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ബീറ്റ് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കമൻറ്റായിട്ട് ഇട്ടേക്കുക.